അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാക്ക കുളിച്ചാൽ കൊക്കാവൂലെന്ന്. വേറെ എന്ത് സഹിക്കും? വർണ്ണവിവേചനം സഹിക്കൂല. കാണുമ്പോ എല്ലാരും എന്ന് പറഞ്ഞാൽ മറ്റേ കാക്കയും മുയലും പട്ടിയും പൂച്ച അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും രണ്ടു മൃഗങ്ങളുടെ പേര് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഇത് കാക്ക, ഇത് തത്തമ്മ. യെസ്. അല്ല കാക്ക, എനിക്കൊരു സംശയം. നിങ്ങൾക്ക് എന്താണ് ഈ മനുഷ്യന്മാരുടെ ഇത്ര ദേഷ്യം? നിങ്ങൾ അവർ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല, വെളിയിറങ്ങി നടക്കാൻ പറ്റില്ല, തലേ കൂടെ തൂറ് കൊടുക്കും, വീഡിയോ എടുക്കുമ്പോൾ മേളം വെക്കും പറഞ്ഞു. എന്തിരിത് എങ്ങനെ ചെയ്യാതിരിക്കൂടാ? അവന്മാരെ നമ്മളടുത്ത് കാണിക്കുന്ന പരിപാടികൾ നിനക്ക് അറിയാമോ? ഇടയ്ക്ക് കൈകൊട്ടി വിളിച്ചിട്ട് അവന്മാരൊരു ചോറ് വരും. നീ കഴിച്ചിട്ടുണ്ടോ അത്? എന്റെ മോനെ ഇത്ര ഫ്ലേവർ ഇല്ലാത്ത ഒരു റൈസ് ലോകത്തില്ല. സിദ്ദീഖൊക്കെ നമ്മളെ വീഡിയോസ് നമ്മളെന്നല്ല, നമ്മളാരെയും സാധനങ്ങൾ സിദ്ദീഖ് കണ്ടിട്ടില്ല. അതായത് നമ്മളായാലും കാർത്തിക് ശങ്കറിന്റെ ആയാലും നമ്മളാരെയും സിദ്ദീഖക്ക് ഒരു തരത്തിലും പരിചയമില്ലായിരുന്നു. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഖൽബിൻ്റെ വിശേഷങ്ങളുമായി രണ്ടുപേരാണ്. ഇവരുടെ പേര് പറയുന്നതിനേക്കാൾ കൂടുതൽ ഇവരുടെ ചാനലിൻ്റെ പേര് പറഞ്ഞാലായിരിക്കും മനസ്സിലാവുക. ചൂരൽ, ഷമീർ ആൻഡ് ജസീം. ഹലോ, വെൽക്കം. താങ്ക് യു. അപ്പോൾ എന്തുണ്ട് 2024 ഒരു അടിപൊളി സിനിമയിലൂടെയാണ് തുടക്കം. എന്തുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ പറയും? വിശേഷങ്ങൾ എക്സൈറ്റഡ് ആണ്. കാര്യം നമ്മൾ ഈ ചൂരൽ പേജ് കണ്ടിട്ട് നമ്മളെ സാജിദൊക്കെ വിളിച്ചതും ഇത്രയും വലിയ ക്യാൻവാസ്, ഇപ്പോൾ എല്ലാം പുതിയ ആൾക്കാരാണെങ്കിലും വലിയൊരു ക്യാൻവാസിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രൈഡേ ഫിലിം ഹൗസ് പോലത്തെ വലിയ പ്രൊഡക്ഷൻ, പിന്നെ ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. പിന്നെ റിലീസ് ആവുന്നതിന്റെ ടെൻഷനും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ട്. എനിക്കുണ്ട്. അങ്ങനെ പറഞ്ഞാ പോരാ. പിന്നെ ഞാൻ എന്തിനു വന്നു? പിന്നെ ഞാൻ എന്തിനു വന്ന എല്ലാം ഇവൻ പറഞ്ഞു. സന്തോഷമുണ്ട്, പറഞ്ഞ പോലെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇത്രയും ഒരു പടം അല്ലേ? സാജിക്കടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. ഇതിപ്പോ എത്ര ദിവസത്തെ പരിപാടി ഒരു റീലൊക്കെ എടുക്കേണ്ടത്? ഒരു പരിപാടിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ അല്ലേ ഇപ്പം ചെയ്യാൻ പറ്റില്ല. ഇവിടെ നോക്കണം. സ്വന്തം ലൊക്കേഷനിൽ പോലെ പറ്റും. അങ്ങനെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കോസ്റ്റ്യൂംസ് ഒന്നും എടുത്തിട്ടുണ്ടാവില്ലല്ലേ? മുടിയൊക്കെ വീട്ടിയിരിക്കുന്നു. മുടി കറുത്ത ലുങ്കി, കാക്കയുടെ വേഷം. പിന്നെയുള്ള കാപ്പിപ്പൊടി കളർ ഒരു സംഭവം ഉണ്ടല്ലോ, ഗ്രേയും ഉണ്ട്. 3 കൈലിയും 2 വിഗും ആണ് ചൂരൽ. കൽബിന്ന് ഒരു വിഗ് നമ്മൾ മോട്ടിച്ചോട്ട് പോയിട്ടുണ്ട്. കൽബിന്ന് സെറ്റിന്ന് ഒരു വിഗ് കൊണ്ടുപോയി. എനിക്ക് ഇതിലുണ്ടായിരുന്ന ഒരെണ്ണം കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. എടുത്തു. അപ്പം പുതിയ പുതിയ വേഷങ്ങൾ നമുക്ക് കാണാം, നോക്കാം. അപ്പൊ ഈ നമ്മുടെ കൽബിലോട്ട് എപ്പോഴായിരുന്നു നിങ്ങളെ വിളിച്ചത് സിനിമയിലേക്ക് വേണ്ടിട്ട്? ഏറ്റവും അവസാനം നമ്മളാണ് വിളിച്ചല്ലേ? ബാക്കി എല്ലാരും 3-4 വർഷം മുമ്പൊക്കെ സംഭവം കേട്ടാണ് കഥ. കുറെ ആളുണ്ട് സാഹിത്യത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവസാനം വിളിച്ച് നമ്മളെയാണെന്ന് തോന്നുന്നു. കാർത്തിക് ശങ്കർ ആയാലും അമ്പി ആയാലും അവരൊക്കെ ഈ 2018 തൊട്ടേ ഇതിലുള്ളതാണ്. അപ്പോഴേ അവരുടെ ക്യാരക്ടേഴ്സ് ഫിക്സ് ആണ്. നമ്മുടെയാണ് ഏറ്റവും അവസാനം. അന്ന് നമ്മളില്ല. അതെ, അന്ന് നമ്മൾ ഇല്ല. നമ്മളില്ലെന്നല്ല, നമ്മൾ ചൂരൽ റീൽസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ എനിക്കൊക്കെ പെട്ടെന്ന് നിങ്ങളെ കാണുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ കുളത്തില് കൊക്കിന്റെയും താറാവും തവളയും അത് അങ്ങനെ, പിന്നെ കാക്ക, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ഓർമ്മ വരും. പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് ആദ്യമായിട്ട് ചെയ്തൊരു സംഭവം, ആദ്യമല്ല ഒറ്റയ്ക്ക് ചെയ്തൊരെണ്ണം ഉണ്ടല്ലോ, ഒട്ടകപക്ഷി. അങ്ങനെ കുറെ കണ്ടൻസ് ഓർമ്മ വരും. അപ്പൊ നമ്മുടെ വിജയ് ചേട്ടനൊക്കെ കണ്ടപ്പോ തന്നെ ഏതെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? വിജയ് ചേട്ടൻ എങ്ങനെ? ഇല്ല, വിജയ് പുള്ളിക്കാരനുമായിട്ട് നമ്മൾ അങ്ങനെ അധികം സെറ്റില് വരാറില്ലായിരുന്നു. എനിക്കൊന്ന് ആ സമയത്ത് എന്തോ വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. പുള്ളി UK-ലൊക്കെ ആയിരുന്നു. 1-2 വട്ടമൊക്കെ വന്നിട്ടുള്ളൂ. സെറ്റിൽ അങ്ങനെ അധികം ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. വിനയ് ചേട്ടൻ വന്നിട്ട് വരെന്നൊക്കെ പറയും. പുള്ളിയുടെ ബ്രദർ, വിജയ് ചേട്ടന്റെ ബ്രദർ. പുള്ളി ഇങ്ങനെ ഓരോ റീലിന്റെ കാര്യമൊക്കെ ഒന്ന് പറയും. സിദ്ദിഖൊക്കെ ഉണ്ടായിരുന്നല്ലോ സിനിമയിൽ. അപ്പൊ നിങ്ങളായിട്ട് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സിദ്ദിഖൊക്കെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ നമ്മുടെ മലയാളത്തിലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെയാണ്, അവരൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല, സിദ്ദിഖൊക്കെ നമ്മളെ വീഡിയോസ് നമ്മളെന്നല്ല, നമ്മളാരെയും സാധനങ്ങൾ സിദ്ദിഖ് കണ്ടിട്ടില്ല. അതായത് നമ്മളായാലും കാർത്തിക് ശങ്കറിന്റെ ആയാലും നമ്മളാരെയും സിദ്ദിഖക്ക് ഒരു തരത്തിലും പരിചയമില്ലായിരുന്നു. ഇല്ല, ഒരു പരിചയമില്ലായിരുന്നു. അപ്പൊ നമ്മൾ സെറ്റിൽ വന്നതിന് ശേഷം സാജിദൊക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം സിദ്ദിഖ് എനിക്കൊന്ന് പിന്നെ ഏതൊക്കെ ഇന്റർവ്യൂ സിദ്ദിഖ് പറയുകയും ചെയ്തു. സിദ്ദിഖക്ക് ഇങ്ങനെ ഒരു, അതായത് സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ച് ഉണ്ടെന്നും അങ്ങനെ ഒരു സംഭവം സിദ്ദിഖ് അറിയത്തില്ലായിരുന്നു. നമ്മുടെ അടുത്ത് സംസാരിച്ചപ്പോഴാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിഞ്ഞത് എന്നൊക്കെ സിദ്ദിഖ് പിന്നെ ഏതോ ഇന്റർവ്യൂ പറഞ്ഞ ഞാൻ കേട്ടു. വീഡിയോസ് കാണിച്ചോ? നമ്മളായിട്ടൊന്നും കാണിച്ചില്ല. ആരെങ്കിലും ഞാൻ ഒരിക്കലും ഒരാളുടെ കൊണ്ട് ഇതെന്റെ റീൽ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റൂല. ഓ, എങ്ങനെ കണ്ടാൽ തന്നെ ഞാൻ ചോദിക്കളയും. അതെനിക്ക് ഇവിടെ വന്നപ്പോ തോന്നിയതാ, നമ്മള് ഫോണിൽ കാണുന്ന ഒരാളെ അല്ല
കുറച്ചുകൂടെ ഒക്കെ സൈലന്റ് ആണെന്ന് തോന്നുന്നു. നിങ്ങൾ ആരാ കൂടുതൽ സൈലന്റ്? ഇവൻ തന്നെ ആണല്ലേ? സൈലന്റ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കാണുമ്പോൾ സൈലൻസേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നീട് അങ്ങോ ഈ കണ്ടന്റ്സ് ഒക്കെ ആരാ മെയിൻ ആയിട്ട്? എല്ലാം ഇവനാണ് ചെയ്യുന്നത്. കണ്ടന്റ്സ് എല്ലാം അത് ഷമീറിന്റെ ഐഡിയ ആണ്, ഫുൾ കണ്ടന്റ്സ്. ആദ്യമൊക്കെ ഒറ്റയ്ക്കല്ല, പക്ഷേ അത് സ്ക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൻ അയച്ചു കൊടുക്കും. അപ്പം ഇവന്റെ കോൺട്രിബ്യൂഷൻസ് ചെറുതായിട്ട് അതിലോട്ട് ഓരോന്ന് പിന്നെ നമ്മള് ഷൂട്ട് ചെയ്യുന്ന സമയത്തും ഓരോന്നൊക്കെ ഇംപ്രൂവൈസ് ചെയ്ത് ചെയ്യും. ഈ ആനിമൽസ് മാത്രമാണോ നിങ്ങളുടെ മെയിൻ കണ്ടന്റ്? അല്ല, നമ്മൾ ചെയ്തു തുടങ്ങിയത് ആനിമൽസ് അല്ല, നമ്മൾ വേറെ കുറെ ക്യാരക്ടേഴ്സ് ആണ് അത് ചെയ്തു തുടങ്ങിയത്. ബാഡ് വേ ബദറുള്ള, നിർഭാഗ്യ നിർമ്മൽ, ഞം ഞം മഞ്ജുലേഷൻ, ഒരു ഫുഡ് ബ്ലോഗർ, അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് നമ്മൾ ആദ്യം ചെയ്തു തുടങ്ങിയത്. അപ്പോൾ പിന്നെ മൃഗങ്ങൾ ആദ്യം കാക്കയും തത്തയും ഒരു സാധനം ചെയ്തു. അപ്പൊ ചെയ്തപ്പോൾ അതിന് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. ബാക്കി മറ്റു വീഡിയോസിന് ഞങ്ങൾ കുറച്ചുകൂടി റീച്ച് കിട്ടുന്നു. പിന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഷെയർ ചെയ്തു, കുറെ ആൾക്കാരൊക്കെ. അപ്പൊ അങ്ങനെ ഭയങ്കര റീച്ചായി. അങ്ങനെ നമ്മൾ അത് തന്നെ വീണ്ടും മൃഗങ്ങളുടെ ചെയ്യാന്ന് വിചാരിച്ചാണ് പിന്നെ ചെയ്തു തുടങ്ങി. പിന്നെ മൃഗങ്ങൾ മാത്രമായി പോയത്. ആളുകൾ ഏറ്റവും പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഓടി വന്ന് പറയുന്നത് എന്താ? ലൈക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങളെ വന്ന് കാണുമ്പോൾ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു റീൽ ഉണ്ടോ? അങ്ങനെ ഒരു റീലൊന്നുമില്ല. കാണുമ്പോ എല്ലാരും വന്ന് പറഞ്ഞാൽ മറ്റേ കാക്കയും മുയലും പട്ടിയും പൂച്ച അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും രണ്ടു മൃഗങ്ങളുടെ പേര് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. അതൊക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ എന്ന് ചോദിക്കും. സ്പോട്ടില് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മറ്റേ ഒട്ടകപക്ഷിയുടെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പറയടാ, എന്തെങ്കിലും പറയടാ. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയാണ് എന്റെ മുട്ട. എന്തെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയാണ്. അല്ല, ഏതെങ്കിലും ഓർമ്മയുള്ള ഏതെങ്കിലും ഒരു മൃഗത്തിന്റെ പറഞ്ഞാൽ മതി. നമുക്ക് രണ്ടും കൂടെ ചെയ്തു. അതെ അതെ, ഇതാണ് രസം ഒറ്റയ്ക്ക് പറയുന്നത്. അല്ലല്ല, രണ്ടുപേരും കൂടെ പറഞ്ഞാൽ കൂടുതൽ സന്തോഷം. ഇത് കാക്ക, ഇത് തത്തമ്മ. അല്ല, എനിക്കൊരു സംശയം. നിങ്ങൾക്ക് എന്താണ് ഈ മനുഷ്യന്മാരുടെ ഇത്ര ദേഷ്യം? നിങ്ങൾ അവർ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല, വെളിയിറങ്ങി നടക്കാൻ പറ്റില്ല, തല കൂടെ തൂറ് കൊടുക്കും, വീഡിയോ എടുക്കുമ്പോൾ വെള്ളം വെക്കും പറഞ്ഞു. എന്തിനത് എങ്ങനെ ചെയ്യാതിരിക്കൂടാ? അവന്മാരെ നമ്മളടുത്ത് കാണിക്കുന്ന പരിപാടികൾ നിനക്ക് അറിയാമോ? ഇടയ്ക്ക് കൈ കൊട്ടി വിളിച്ചിട്ട് അമ്മമാരൊരു ചോറ് വരും. നീ കഴിച്ചിട്ടുണ്ടോ അത്? എന്റെ മോനെ ഇത്ര ഫ്ലേവർ ഇല്ലാത്ത ഒരു റൈസ് ലോകത്തില്ല. വലിച്ചോറ് അത് എന്റെ ആചാരമായിട്ട് കണ്ടാൽ പോലും നിങ്ങൾക്ക് അതിന്റെ ഇത്ര കാര്യമൊക്കെ കാര്യമുണ്ട്. അപ്പൊ എന്റെ അടുത്ത് ചെയ്യുന്നതാ ഇത്തിരി പോലെ ഇത് തേനും മയമ്പ് തന്നിട്ടല്ലേ വിളിക്കാൻ പറയുന്നത് അവിടെ കിടന്ന് കൂട്ടിക്കിട്ടിട്ട്. പഴഞ്ചൊല്ലില്ലല്ലോ, പഴഞ്ചൊല്ലി. എന്റെ പേരന്മാര് കുറെ പഴഞ്ചൊല്ല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്, അതങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ നടന്ന കാക്ക മലന്ന് പറക്കും. നമുക്കത് തലയ്ക്ക് സുഖമില്ല ഇടയ്ക്കിടയ്ക്ക് മലന്ന് പറക്കാൻ. വേറെന്ത് സാധനമുണ്ട് മറ്റേ കാക്ക വിളിച്ച കൊക്ക. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാക്ക കുളിച്ചാൽ കൊക്കാവൂലെന്ന്. വേറെന്ത് സഹിക്കും, വർണ്ണവിവേചന സഹിക്കൂല. എന്റെ തൂവല് പറ്റിയാൽ എന്റെ വകയില് വല്ലതൊക്കെ പറഞ്ഞുണ്ടാക്കിയാണ്. അപ്പൊ നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സാ, നിങ്ങൾ ഈ കണ്ടന്റ് ക്രിയേഷൻസിലോട്ട് വന്നത് മെയിൻ ആയിട്ട് സിനിമ എയിം ചെയ്തിട്ടാണോ? അല്ല അല്ല, ആദ്യം ശരിക്കും ഞാൻ ഗൾഫിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് പറ്റാതായപ്പോഴത്തേക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് തീരുമാനിച്ചിട്ട് അവിടെ നിന്ന് ഞാൻ ജോലി കളഞ്ഞ് വന്നു നാട്ടിൽ. അയ്യോ, അപ്പൊ വീട്ടുകാരൊക്കെ സപ്പോർട്ടായിരുന്നു. ഞാൻ കുറച്ച് ഇമോഷണൽ ബ്ലാക്ക്മെയിൽ ചെയ്തു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, പേടിച്ചിട്ടൊക്കെ ആയിരിക്കും, കുഴപ്പമില്ല നീ വന്നു പറഞ്ഞു. വന്നിട്ട് 2017-18 അത് ഞാൻ ഡൗട്ട് നോക്കിട്ടെ, ഈ ഗൾഫിൽ നിന്നൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഈ വീട്ടുകാരൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ കയ്യിലേക്ക് തലക്കൂടിട്ട് വീഡിയോ അപ്പോഴല്ല ആദ്യം 2017 ആ സമയത്ത് വന്നിട്ട് നമ്മൾ വേറെ യൂട്യൂബ് ചാനൽ ആദ്യം തുടങ്ങിയായിരുന്നു. എന്നിട്ട് അതിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതി. ഞാൻ രണ്ടുപേരുടെ സ്ക്രിപ്റ്റ് എഴുതി. കുറച്ചാൾ അങ്ങനെ പോയി. ആ സ്ക്രിപ്റ്റും കൊണ്ട് ഏകദേശം ഒരു 6-7 മാസം നടന്നു. എന്നിട്ട് അത് വർക്കൗട്ട് ആയില്ല. പിന്നെ വീണ്ടും ഞാനൊരു ചാനലില് സ്ക്രിപ്റ്റ് ചെയ്യാനായിട്ട് സിറ്റ്കോമില് അത് ചെയ്തോണ്ടിരുന്ന ചക്കപ്പഴം എന്ന് പറഞ്ഞിട്ടൊരു സിറ്റ്കോം ഫ്ലവേഴ്സിൽ അതിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ചൂരൽ തുടങ്ങി, റീൽസ് ചെയ്ത് തുടങ്ങി. അപ്പം റീൽസ് ഒന്ന് ക്ലിക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇത് ഫുൾ ടൈം ആയി. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു. നാട്ടുകാരൊക്കെയോ? പൊതുവേ നമ്മള് ജോലിയൊക്കെ കളഞ്ഞിട്ട് വന്ന് നടക്കുമ്പോൾ കുറച്ച് ചിലരൊക്കെ ചോദിക്കും ഗൾഫിൽ പോയിക്കൂടെ അതൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ ചക്കപ്പഴം എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്തും ചിലരൊക്കെ ചോദിക്കുമായിരുന്നു എന്തിനാ ഗൾഫിൽ പോയപ്പോരെ. ഇപ്പോഴും ഇതൊക്കെ വലിയൊരു ജോലി അല്ലാന്ന് കാണുന്ന ആളുകളുണ്ടോ? അങ്ങനെ ചോദിക്കാറുണ്ടോ? പക്ഷെ ഇപ്പം നമ്മൾ ഒന്ന് അത്യാവശ്യം സെറ്റ് ആയതിനു ശേഷം ആരും അങ്ങനെ
ചോദിക്കാറില്ല. അതായത് നമ്മൾ ഈ ചാനൽസ് ഇന്റർവ്യൂസും അങ്ങനെയൊക്കെ ഉള്ള വന്നതിന് ശേഷം അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഒക്കെ വരുമല്ലോ, അതൊക്കെ വന്നതിന് ശേഷം ആൾക്കാർക്ക് എന്തോ അപ്പോഴാണ് അവരിത് മാറിയെന്ന് തോന്നുന്നു. മാറി. ഈ സിനിമയുടെ കാര്യം എല്ലാവരോടും അറിയിച്ചോ? ഒരുവിധം നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് അറിയാം. എങ്ങനെ ജാസിം എങ്ങനെയായിരുന്നു ലൈക്ക് ഈ ചൂരൽ ടീമിലോട്ട്, ഈ കണ്ടന്റ് ക്രിയേഷനിലോട്ട് എത്തിയത്? നമ്മള് കസിൻസ് ആണല്ലേ? ഓ, നിങ്ങളുടെ റിലേഷൻ ചോദിക്കാൻ വരുമായിരുന്നു. ഗൾഫിൽ നിന്ന് നിർത്തി വന്നപ്പോ ഇങ്ങനെ എന്നെ ആൾ വിളിച്ചായിരുന്നു, നമുക്ക് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയാലോ എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ ഇതിനു മുമ്പ് എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്? ഞാൻ ഇപ്പോഴും ഞാൻ ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ടെക്നോ പാർക്കിൽ. ഓക്കെ. ഇത് നിർത്തി വന്ന സമയത്ത് ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഞാൻ ഡിഗ്രിയോ MBA ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് വന്നോണ്ടിരുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ റീടേക്ക് എടുക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ചെയ്യുമ്പോഴാണ്? ടൈപ്പൊന്നുമില്ല. ചില സാധനം ചിലപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ചിരി വരും. നമ്മളങ്ങനെ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടില്ല. പക്ഷെ 2-3 റീലൊക്കെ അങ്ങനെ ചിലപ്പോൾ വെറുതെ ഒരു കാര്യമില്ലെങ്കിൽ ചിരി വരും. ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം അത് നിർത്താൻ പറ്റൂല, കുറെ നേരം ചിരിച്ചുകൊണ്ടിരിക്കും. അല്ലാതെ പറഞ്ഞു തെറ്റിക്കുന്നുണ്ട്. പിന്നെ ഈ കാക്കയുടെയും ഇതിന്റെയൊക്കെ വിളിയും ബഹളവും കാരണം, സൗണ്ടിന്റെ ശല്യം കാരണം കുറെ ബുദ്ധിമുട്ടാറുണ്ട്. അതൊക്കെ ഉള്ളൂ. ഈ ലോങ് വീഡിയോസ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാക്ക ശല്യമല്ല? കാക്ക ഭയങ്കര ശല്യമാണ്. എന്തോ പ്രശ്നം. അതായത് ഈ കാക്കകൾ നമ്മൾ വീഡിയോ എടുക്കുന്നവരെ മിണ്ടാതിരിക്കും. നമ്മള് ഇത് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും സത്യം ഭയങ്കര ഏരിയയിൽ വേറെ എവിടെ അത്ര എന്റെ വീട്ടിൽ മാത്രം സത്യം. അത് കാക്കയല്ലേ സ്ഥിരം വേട്ടമൃഗം, അതുകൊണ്ടായിരിക്കും. സൂക്ഷിച്ചു, ഇനി വേറെ ശല്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ കൽബിന്റെ മറ്റു വിശേഷങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? ആലപ്പുഴ, മെയിനായിട്ട് ആലപ്പുഴയായിരുന്നു. ആലപ്പുഴ ഉണ്ടായിരുന്നു, പിന്നെ തെങ്കാശിയിലുണ്ടായിരുന്നു, പിന്നെ രാജസ്ഥാനിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മളില്ല, നമുക്ക് തെങ്കാശിയും ആലപ്പുഴയും മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലാതെ വേറെ രാജസ്ഥാനിൽ കുറെ സ്ഥലങ്ങളിലൊക്കെ കുറെ നല്ല പാട്ടുകളൊക്കെ, അടിപൊളി പാട്ടുകളൊക്കെ രാജസ്ഥാനിലാണ് ഷൂട്ട് ചെയ്തത്. നമ്മളെ കൊണ്ടുപോയില്ല. അയ്യോ, നിങ്ങളൊരു വീഡിയോ അങ്ങ് ഇറക്ക്. അവിടെ ഭയങ്കര ചൂടായിരുന്നു കേട്ടതുകൊണ്ട്. എന്നാലും നിങ്ങളൊരു വീഡിയോ അങ്ങ് ഇറക്ക്, നിങ്ങളെ കൊണ്ടുപോകാത്തതിന് പ്രതിഷേധിച്ചു. അപ്പോ എന്താ നിങ്ങളുടെ റോൾ എന്താ? ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആയിട്ടൊക്കെ തന്നെയാണോ? അല്ല, നമ്മള് നായകന്റെ കൂട്ടുകാരാണ്. ആലപ്പുഴയിൽ ഈ ടൂറിസ്റ്റുകളെ പറ്റിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരെ പറ്റിച്ച് അവർ വഴി എങ്ങനെയെങ്കിലും യൂറോപ്പിലോ എവിടെയെങ്കിലും പോവാൻ വേണ്ടി നടക്കുന്ന ഒരു സെറ്റ് ഓഫ് ചെറുപ്പക്കാര് രണ്ടുപേരാണ്. 2 ടൈപ്പ് പിള്ളേര്. അപ്പൊ പേര് ചാവാന്നാണ്, ചതിയും വഞ്ചനയും. ഇപ്പുറത്തോ? ജമൈക്ക. വേറെ എന്തോ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാർത്തിക് ശങ്കറിന്റെ പേര് പ്ലിക്കോ, അമ്പിയുടെ പേര് ട്രൈമോൾ. നിങ്ങളൊക്കെ ഫ്രണ്ട്സ് ആണ്? നമ്മള് ഫ്രണ്ട്സ് ആണ്. അപ്പോ ഇതിനു മുമ്പ് ലൈക്ക് ഈ കൽബിന് മുമ്പായിട്ട് വേറെ സിനിമയിൽ നിന്നൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വന്നിട്ടുണ്ടോ? പണ്ട്, ഇപ്പോഴൊന്നുമല്ല, പണ്ട്. ചൂരലിന് മുമ്പോ? ചൂരലിന് മുമ്പ്. അത് ഗ്രേറ്റ് ഫാദർ മമ്മൂക്കയുടെ പടം. അതിലൊരു ചെറിയൊരു സീൻ, ആര്യയുടെ ഇൻട്രോഡക്ഷൻ. ആര്യ ഹോസ്റ്റലിൽ നിന്നിട്ട് ഒരു പയ്യനെ പൊക്കിക്കൊണ്ട് പോകും, ഞാനാണ് ആ പയ്യൻ. അല്ലാണ്ട് ഈ ചൂരലിലൊക്കെ ഇങ്ങനെ നിങ്ങള് ഇത്ര ഫേമസ് ആയതിനു ശേഷം ഒരു പ്രാവശ്യം ഒരു വിളി വന്നിട്ടുണ്ട് ഒരു പടത്തുനിന്ന്. അപ്പൊ അത് അതായത് ഇന്ന് വിളിച്ചിട്ട് നാളെ ഉച്ചയ്ക്ക് തൊടുപുഴ എത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഓൾറെഡി വേറൊരു ചാനലിൻ്റെ ചെറിയൊരു പരിപാടി നമ്മൾ കമ്മിറ്റ് ചെയ്ത സാധനം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ചെറിയ എന്തോ സംഭവമായിരുന്നു, പക്ഷേ അത് പോകാൻ പറ്റില്ല. പിന്നെ ഇത് തന്നെയാണ് കൽബ് തന്നെ. ഈ നോർമലി ഇങ്ങനെ അത്യാവശ്യം നമ്മൾ ഫേമസ് ഒക്കെ ആയതിനു ശേഷം നമ്മൾ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ വിളിക്കാറുണ്ട് ഇങ്ങനത്തെ മെയിൻ ഇവന്റ്സിനൊക്കെ. അങ്ങനെ നാട്ടിലോ സ്കൂളിലോ കോളേജിലോ ഒക്കെ അങ്ങനെയൊക്കെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. എന്നിട്ട് അത് അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടോ? എക്സ്പീരിയൻസ് നമ്മൾ കോളേജ് 2-3 കോളേജിൽ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ നാട്ടില് ഇടയ്ക്കിടയ്ക്ക് സ്വീകരണം കിട്ടാറുണ്ട്. നമ്മൾ അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ ഒന്ന് പൊന്നാടി അണിയിക്കുന്ന പരിപാടി ഉണ്ട്. പിന്നെ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഒരു ഇത് ആവും എന്നൊക്കെ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഒരുപാട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. ഇവൻ അങ്ങനെ ഒരു പരിപാടിയിലും ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് ഇതാണ് മെയിൻ ആയിട്ട് വേഗം വന്നത്. താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സ്റ്റേജിൽ കയറുന്നൊക്കെ പേടിയായിരുന്നു. എനിക്ക് അങ്ങനത്തെ ചെലപ്പൊന്നും പണ്ടേ ഇല്ലായിരുന്നു. ഇല്ല. അപ്പൊ ഈ എന്താ നമ്മുടെ ഷമീർ എല്ലാവരും ഞെട്ടിച്ച് കളഞ്ഞ ഒരാളാണല്ലോ. അപ്പൊ ഇങ്ങനെ പതുങ്ങി ഇരുന്നിട്ട് എല്ലാം പെട്ടെന്ന്. അപ്പോൾ നിങ്ങൾ ഈ ആനിമൽസിന്റെ ഒക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് കൂടുതൽ ഇങ്ങനെ ഈ പക്ഷികളെ മൃഗങ്ങളെയൊക്കെ ഒരുപാട് നിരീക്ഷിക്കാറുണ്ടോ? എങ്ങനെ ഇതിന്റെയൊക്കെ ഈ മൈൻഡ് ഇതുപോലെ റീഡ് ചെയ്തെടുക്കുന്നത്? അത് തുടങ്ങിയ ശേഷം മുമ്പത്തെ കാലം ശ്രദ്ധിക്കാൻ തുടങ്ങി. നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പട്ടി പൂച്ചയൊക്കെ പോകുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാ ശ്രദ്ധിക്കാറ്? ഇവരുടെയൊക്കെ മൈൻഡ് ഇതുപോലെ നമുക്ക് ഇവര് തന്നെ വന്ന് ഇനി പറഞ്ഞു തന്നെയാണോ ആ ഒരു രീതിയിലൊക്കെ എങ്ങനെ എടുക്കുന്നത്? ചിലതിങ്ങനെ ഇരുന്ന് ആലോചിക്കും എന്തായിരിക്കും ഓരോ
ജീവികളെ പരാതി എന്തായിരിക്കും, പശുവിന് എന്തായിരിക്കും പരാതി, മറ്റേ പാല് കറന്നിട്ട് ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സംഭവം ചെയ്തായിരുന്നു. അതുപോലെ ചിലതങ്ങനെ ഇരുന്ന് ആലോചിക്കും, ചിലത് ഇങ്ങനെ എന്തെങ്കിലും കേക്ക് കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു സ്പാർക്ക് ഉണ്ടായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കും ചിലപ്പോൾ, പിന്നെ സ്ക്രിപ്റ്റ് ആക്കി ചെയ്യും. ഓക്കെ. അപ്പൊ മൃഗങ്ങളുടെ മനസ്സ് വായിക്കാറുണ്ട്, മനുഷ്യന്മാരുടെ മനസ്സ് വായിക്കാറുണ്ടോ? കുറേശ്ശെ കുറേശ്ശെ. വായിക്കാ. നീ വായിക്കാറുണ്ടോ? ഇവൻ വായിക്കുന്നു എനിക്ക് വല്ലപ്പോഴും ചിലപ്പോ വേണ്ടി വന്നാൽ വായിക്കും. ചിലപ്പോൾ വായിക്കേണ്ടി വരുമല്ലോ ചില സാഹചര്യങ്ങളിൽ. ചതിയന്മാരെയൊക്കെ വേഗം കണ്ടുപിടിക്കാൻ പറ്റും. മനുഷ്യരെയാണോ മൃഗങ്ങളെയാണോ കൂടുതൽ ഇഷ്ടം? മനുഷ്യന്മാർ. അല്ല, രണ്ടുപേരും ഇഷ്ടം തന്നെ. രണ്ടുപേരെ ഇഷ്ടം തന്നെ. മനുഷ്യന്മാരാണ് കൂടുതൽ ഇഷ്ടം. നിങ്ങൾക്കൊക്കെ പെറ്റ് ആനിമൽസ് ഉണ്ടോ? ഇല്ല. ഇല്ല. ഒരു പൂച്ച ഇപ്പൊ വീട്ടിൽ കിടന്ന് കറങ്ങുന്നു. ഒരു പൂച്ച എനിക്കുണ്ട്, പക്ഷെ വൈഫിന്റെ വീട്ടിലാണ്. മാരീഡാണ്. മാരീഡാണ്. ഒരു മോനുണ്ട്. ഇപ്പുറത്തോ? ഇല്ല. ക്രോണിക് ബാച്ചിലർ. ഓക്കെ. അപ്പോൾ ഈ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിലാണ് നമ്മുടെ കൽബ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ വേറെ ഏതൊക്കെ മൂവീസ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവീസ് ഏതൊക്കെയാ? ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ എനിക്കൊന്ന് ഒരുവിധപ്പെട്ട എല്ലാ നല്ല സിനിമകളാണ്. വെങ്കയ്മാലി ഡെറിസ് ആയാലും, ആടായാലും, ഹോം ആയാലും, അങ്ങനെ. അതെ. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഒരു എല്ലാ സിനിമയ്ക്കും ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് പറ്റിയൊരു സിനിമ ഈയിടെ ഇറങ്ങിയായിരുന്നല്ലോ, വാലാട്ടി. അത് നമ്മുടെ കൽബിന്റെ ഷൂട്ടിന്റെ ഇടയിലായിരുന്നു അതിന്റെ റിലീസ്. നിങ്ങൾക്ക് പറ്റിയൊരു സംഭവമാണ് വാലാട്ടി. അതുപോലെ തന്നെ ലൈക്ക് ആട് ഇപ്പൊ 3 ഒക്കെ വരാനുണ്ട്, അതിനകത്ത് എന്തെങ്കിലും ഒരു ലൈക്ക് അഭിനയിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ താല്പര്യമുണ്ടോ? നിങ്ങൾക്ക് പറ്റിയൊരു കൈൻഡ് ഓഫ് ജോണർ ആയിരിക്കുമല്ലോ ആടൊക്കെ. നമുക്ക് താല്പര്യം കുറവൊന്നുമില്ല, വിളിച്ചാൽ കണ്ണുപൂട്ടി യെസ് പറയും. ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഒരു 5 years മുമ്പിലത്തെ ആളുകളല്ല നിങ്ങൾ രണ്ടാളും. ഇപ്പോൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ലൈഫിൽ എന്തൊക്കെ ചേഞ്ചസ് മേജറായിട്ട് വന്നിട്ടുള്ളത്? ലൈക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലും അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ ലൈക്ക് മണി മാനേജ്മെൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഇൻകം ആണെങ്കിലും എല്ലാം ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഇടയിലും റിലേഷൻഷിപ്സിൻ്റെ ഇടയിലും ഒക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? ഫ്രണ്ട്ഷിപ്പിന് വ്യത്യാസമുണ്ടോ? കുറെ പുതിയ ഫ്രണ്ട്സിനെ കിട്ടി, ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ ഇതുപോലത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റി. മെയിൻ മാറ്റങ്ങൾ അത് തന്നെയാണ്. നമുക്ക് ഇങ്ങനെ 4 ആൾ അറിഞ്ഞു തുടങ്ങി, പിന്നെ ഇപ്പം ഈ സിനിമയുടെ ഓഫർ കിട്ടിയതും ഇതേപോലെ ഇന്റർവ്യൂസ് വിളിക്കുന്നതും അതൊക്കെ തന്നെയാണ് മെയിൻ ഡിഫറൻസ്. പഴയ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ടോ? പിന്നെ നമ്മുടെ ഇങ്ങനെ കുറെ പേരൊക്കെ വന്നിട്ട് ഇതുപോലെ ഈ ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ പറയാറുണ്ട്, നമുക്കിങ്ങനെ പെട്ടെന്ന് ലൈക്ക് നമ്മുടെ ഇൻകം ഒക്കെ കൂടുമ്പോൾ ഈ കടം ചോദിക്കുമ്പോഴും ലൈക്ക് അങ്ങനെ എപ്പോഴും കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഒരുപാട് പോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് പണ്ട് മുതലേ ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളാണ് ഞാൻ. അവരൊക്കെ ഇപ്പോഴും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഇപ്പോഴും ഉണ്ട്, ആരും പോയിട്ടൊന്നുമില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരുപാട് ഈ മറ്റേ ഒരുമിച്ച് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. റാഫി മെക്കാട്ടിൻ, അതുപോലെ ലാലും, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളും അവരൊക്കെ ഒരുപാട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻഡിവിജ്വലായി. നിങ്ങൾ ഇനി ഇൻഡിവിജ്വലായിട്ട് കണ്ടൻസ് ഇറക്കും എപ്പോഴെങ്കിലും? കണ്ടൻസ് ഇറക്കാൻ വഴിയില്ല, കാര്യം എന്നെ കൊണ്ട് പറ്റൂല. നമ്മൾ ആദ്യം സ്ക്രിപ്റ്റ് ഒക്കെ ഒരുമിച്ച് ചെയ്തു തുടങ്ങിയത്, പിന്നെ ഇവൻ മറ്റേ സിറ്റ്കോം എഴുതാൻ പോയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അതൊന്ന് മാറി. അപ്പൊ ഇനി എനിക്ക് അത്ര ഇവന്റെ അത്ര ക്രിയേറ്റീവായിട്ട് സാധനം ചെയ്യാൻ പറ്റില്ല. നോക്കിയിട്ടില്ല. ഇവന് പട്ടപ്പെട്ട സാധനങ്ങളൊക്കെ വരും. എനിക്ക് അങ്ങനെ എന്തായാലും നമ്മൾ ഒരുമിച്ച് ചെയ്തെന്ന് പറഞ്ഞില്ല, ആ സമയത്തേക്കാളും ഫാസ്റ്റ് ആണ് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രോസസ്സ്. നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ കുറെ സമയം എടുക്കും. ഇത് ഇവനാകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ. ഇനിയിപ്പോ സമയം കാണില്ലല്ലോ, ആശാന് സിനിമയൊക്കെ രണ്ടാൾക്കും ഓഫർ കുറച്ച് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇനി വരുന്ന സിനിമകൾ എല്ലാം നല്ല സക്സസ് ആവട്ടെ, ഒരുപാട് സിനിമകൾ വരട്ടെ. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ, നമുക്ക് ഈ ചൂരൽ എന്ന പേര് വരാൻ കാരണം എന്താ? ഒരുപാട് ചൂരലിന് അടി കിട്ടിയിട്ടുള്ളതുകൊണ്ടാണോ? അടി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അതുകൊണ്ടല്ലേ. ഇത് വെറുതെ നമ്മള് മറ്റേ കരിക്ക് എന്താണ് എന്തൊക്കെ പൊന്മുട്ട അതുപോലത്തെ ഒരു സാധനത്തിന്റെ പേരിടാൻ പറഞ്ഞ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മള് വെറുതെ ഒരു അർത്ഥം ഉണ്ടാക്കിയതിന്. നമ്മള് സറ്റയർ ആയിരുന്നു ചെയ്തത് ആദ്യത്തെ 3-4 വീഡിയോ യൂട്യൂബിൽ. അപ്പം സമൂഹത്തിൽ അടിയുടെ കുറവുള്ള ആൾക്കാർക്ക് അടി കൊടുക്കുന്ന ചൂരൽ. അതെ, എല്ലാവർക്കും അടിയുടെ കുറവ് എല്ലാവർക്കും കൊടുക്കണം എന്ന് വെച്ച് തുടങ്ങിയതാണ്. പക്ഷേ 3 അടി കൊടുത്തപ്പോ നിന്ന് എല്ലാത്തിനും കിട്ടുമെന്ന് എന്റെ എഴുതിയിട്ടുണ്ടായിരുന്നു ചൂരലിന്റെ ലോഗോ ഉള്ളതാണ്. യെസ്, അപ്പൊ എല്ലാവർക്കും നല്ല അടി കൊടുക്കണം. അപ്പൊ 2024 ഇനി ഒരുപാട് പുതിയ അടിപൊളി കണ്ടന്റ്സ് വരട്ടെ, ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.